മഞ്ഞുകാടിന്റെ ഇടയിൽ കൂടാണ് നമ്മുടെ യാത്ര. കുരങ്ങന്മാരുടെ സംസ്ഥാന സമ്മേളനം കുമിളി ചെക്ക് പോസ്റ്റ്. Travel more, see places more. This is Ramesh and Suresh Vlog, journey towards the views of Magic Land. കിട്ടി മോനെ 8ന്റെ പണി. യാത്രക്കിടെ കിട്ടിയ പണിയാണ്. സാധനം ഹെൽമെറ്റ് ലോക്ക് ചെയ്തിരുന്ന താഴിൻ്റെ താക്കോല് കളഞ്ഞുപോയി. സോ നമുക്കിനി ഹെൽമെറ്റ് വെക്കാനൊക്കത്തില്ല. വഴിയെ കണ്ട ഒരു ഇവിടുത്തെ മൈക്കാട് പണിക്കാരാ. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഇത് താനം തല്ലിപ്പൊട്ടിച്ച് കളയാൻ വല്ല വഴി കൊണ്ടുവന്നു. രസമെന്ന് വെച്ചാൽ ഇന്നലെ മേടിച്ചതില്ലയോ, ഈ ലോക്ക് ഇന്നലെ മേടിച്ചാണ്. ഹെൽമെറ്റ് കയ്യിലുണ്ടായിട്ടും തലയിൽ വെക്കാനൊക്കാത്ത അവസ്ഥ. തമിഴ്നാട്ടിലെ സഹോദരങ്ങൾ എത്ര സഹായിക്കാൻ മനസ്സുള്ളവരാണെന്ന് അറിയാൻ കിട്ടിയ അവസരമായിരുന്നു അത്. കൂലിപ്പണിക്കാരനായ ഒരു സുഹൃത്ത് തന്റെ കഴിവിനൊത്ത് ഞങ്ങളെ സഹായിക്കുവാൻ ശ്രമിക്കുവാണ്. എന്നാൽ അത് ഫലം കണ്ടില്ല. അവർ ഞങ്ങളെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് പറഞ്ഞയച്ചു. மேலே ஒர்க் ஷாப் போனீங்கன்னா கட்டிங் பிளேயர் வச்சு கூட எங்கே വർക്ക്ഷോപ്പ് இருக்கு? இந்த இங்கிட்டு போனீங்கன்னா இருக்கும் ஸ்கூல் இருக்குல்ல, ஸ்கூலுக்கு ஆப்போசிட் വർക്ക്ഷോപ്പ് இருக்கா? இருக்கு. ஓகே. கேரளா போனால் 2 ஹெல்மெட் போட்டாங்க. ஆமாம். അവർ ആ ലോക്ക് കണ്ടിക്കാതെ തന്നെ അഴിക്കാൻ നോക്കിയെങ്കിലും നടന്നിട്ടില്ല. അവസാനം ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് അറുത്തു തന്നു. ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അവരോട് നന്ദി പറഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് ഞങ്ങളുടെ യാത്ര തുടർന്നു. വന്നത് കമ്പംമേട്ട് വഴിയാണെങ്കിലും പോകുന്നത് കുമളി വഴിയാണ്. പോകുന്ന വഴിക്ക് കാണാം പോലീസ് ചെക്ക് പോസ്റ്റ്, കുമളി ലോവർ ക്യാമ്പ്, കേണൽ ജോൺ പെന്നിക്യുക്ക് മെമ്മോറിയൽ ഹാൾ എന്ന ഒരു പേര് കൂടി അത് എഴുതി കണ്ടു. ആരാണ് അയാൾ? 1841 ജനിച്ച് 1911 മൺമറഞ്ഞ മദ്രാസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി സേവനം അനുഷ്ഠിച്ച ഒരു ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയറും സിവിൽ സർവീസുകാരനുമായിരുന്നു അയാൾ. പെരിയാർ നദിയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടുൾപ്പെടെ നിരവധി ജലസേചന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. വൈഗ നദിയെ മാത്രം ആശ്രയിച്ചിരുന്ന ലക്ഷക്കണക്കിന് ഏക്കർ വരണ്ട ഭൂമിക്ക് ജലമെത്തിക്കാനായി പടിഞ്ഞാറോട്ടൊഴുകി അറേബ്യൻ സീയിൽ പതിക്കുന്ന പെരിയാറിനെ തിരിച്ച് കിഴക്കോട്ടൊഴുക്കി. അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ടുണ്ടാക്കി പൂർത്തീകരിക്കാനായി ഒടുവിൽ സ്വന്തം സ്വത്ത് പോലും വിൽക്കേണ്ടി വന്നു. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വൈരവനാർ പുഴയും അതിന്റെ ഭാഗം തന്നെ. ഇതുകൂടാതെ പോകുന്ന വഴിക്ക് കാണാം പെരിയാർ പവർ സ്റ്റേഷൻ എന്ന ബോർഡ്. തമിഴ്നാട്ടിൽ വെള്ളത്തിൽ നിന്ന് കരണ്ടുണ്ടാക്കുന്ന ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഇതിനോട് അടുത്ത് തന്നെ ഉണ്ട്. ഇനി നമ്മൾ കയറാൻ പോകുന്ന ഏരിയ തമിഴ്നാട് ഫോറസ്റ്റിന്റേതാണ്. അത് കാണിക്കുന്ന ബോർഡുകളും സൈഡിൽ കാണാം. ഒടിഞ്ഞു കുത്തിയുള്ള കയറ്റങ്ങൾ നിറഞ്ഞ വഴിയാണ് കൊല്ലം തേനി നാഷണൽ ഹൈവേ. ഇവിടെ ആദ്യ വളവിൽ തന്നെ ഒരു കുരിയാലയൊന്നുണ്ട്. ഭയങ്കര സ്ലോ ആയിട്ടുള്ള കയറ്റം വലിയ, അതുകൊണ്ട് അറിയുന്നേ ഇല്ല നമുക്ക്. പക്ഷെ വണ്ടിക്ക് കൊണ്ടറിയുന്നുണ്ട്. ഇടതൂർന്ന മഴക്കാലുകൾ ഉള്ള പ്രദേശമാണെങ്കിലും കൃത്യമായ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ടാകാം റോഡ് വലിയ ഗട്ടറുകളിലൊന്നും കൂടാതെ ഇരിക്കുന്നത്. എന്നാലും ഇടയ്ക്ക് ചിലതുണ്ട്. ഇത് ഫുൾ ഫോറസ്റ്റിലുള്ള ഒരു ഡ്രൈവാണ്. പക്ഷെ ഇങ്ങനെ ഇവിടെ ഒന്നും മങ്കീസിനെ കണ്ടില്ലല്ലോ. ഇനിയും ചെക്ക് പോസ്റ്റ് എത്തുന്നത് വരെയും തുടർച്ചയായ കയറ്റങ്ങളാണ്. എന്നാൽ അധികം കുത്തനെ ഉള്ളതല്ലാത്തത് കൊണ്ട് നമുക്ക് യാത്രയ്ക്ക് നല്ലതാണ്. നമ്മൾ വന്ന വഴിയല്ല സുഹൃത്തുക്കളെ തിരിച്ചു പോകുന്നത്. വന്ന വഴി ഏകദേശം 10-20 ഹെയർ പിൻ വളവുകളുണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വഴി സെലക്ട് ചെയ്തത്. ഇവിടെ ഗൂഗിൾ മാപ്പിൻ്റെ കണക്കനുസരിച്ച് 2 ഹെയർ പിൻ വളവേ ഉള്ളൂ ഈ വഴി പോവുകയാണെങ്കിൽ. പക്ഷേ ഒരു 9 കിലോമീറ്റർ അധികമുണ്ട്. പിന്നെ അപ്പുറത്ത് കണ്ട ഹെയർ പിൻ വളവിനേക്കാൾ എന്തുകൊണ്ട് ബെസ്റ്റ് ആയിരിക്കും ഇത്. ഇനിയും വരാൻ പോകുന്നതാണ് ഫസ്റ്റിലത്തെ ഹെയർ പിൻ വളവ്. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഉയരത്തിൽ നിന്നും വളരെ ദൂരെയുള്ള പശ്ചിമഘട്ട മലനിരകളുടെയും താഴെയുള്ള തമിഴ്നാടൻ പ്രദേശങ്ങളുടെയും കാഴ്ചകൾ കാണാം. ഈ വഴിക്കുമുണ്ട് ഹെയർ പിൻ വളവുകൾ. അതിൽ ആദ്യ ഹെയർ പിൻ വളവ് അടുത്തു കഴിഞ്ഞു. ആ കൃത്യ സ്പോട്ടിലുണ്ട് ഒരു കപ്പേള. വഴിത്തുണ മാത എന്ന പേരിൽ തമിഴിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. കൃത്യ ആ ഹെയർ പിൻ വളവിന്റെ ഗ്യാപ്പിൽ അതേ രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കപ്പേള അല്ലെങ്കിൽ കുരിശടി. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഇതാണ്, എല്ലാവരും എന്താണ് ഇത്തരം ക്രിട്ടിക്കൽ സ്പോട്ടുകൾ ചൂസ് ചെയ്യുന്നത്? വൈ? അതങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ കാണാം 4 കൂറ്റൻ പെൻസ്റ്റോക്ക് പൈപ്പുകൾ ഇടത് സൈഡിലായിട്ട്. അത് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന പൈപ്പുകളാണ്. ഈ പൈപ്പുകൾ നേരെ വെള്ളം കൊണ്ടുപോകുന്നത് പെരിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന്റെ ടർബൈനുകളിലേക്കാണ്. അവിടെ നിന്നാണ് അത് വൈരവനാട്ടിൽ ചേരുക. ഓർക്കേണ്ട കാര്യം, ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്.
ഈ നാട്ടിൽ ചിരഞ്ജീവികളായി സദാകാലം കോളനി ഭരണം നടത്തി കഴിയാം എന്ന പ്ലാനിൽ ചെയ്ത ഓരോ പണികളാണ്. ഇപ്പോഴത്തെ സർക്കാരുകൾക്ക് 5 വർഷം മാത്രമേ ആയുസുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, പഴയ പോലെ ഒരു നിർമ്മിതിക്കും ഇത്ര ആയുസ് കാണുന്നില്ല. അതോ ഇനി സാങ്കേതിക വിദ്യകളുടെ വളർച്ച പുറകിലോട്ടാണോ ആവോ? നമ്മുടെ നാട്ടിലെ KSRTC പോലെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ വണ്ടികളാണ് എല്ലായിടത്തും. ഇവിടുത്തെ സ്പീഡ് പറയുന്നത് 20 km/h ആണ്. അങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ ഒരു വണ്ടിയുടെ പുറകിൽ പെട്ടു. ആ കുത്തനെയുള്ള ഇറക്കം വരുന്നുള്ള ബോർഡ് കാണിക്കുന്നുണ്ട്. കയറ്റം, കുത്തനെയുള്ള കയറ്റം. ഇവിടുന്ന് അടുത്ത വരവായി രണ്ടാമത്തെ ഗംഭീര ഹെയർപിൻ വളവ്. അതോടൊപ്പം തന്നെ വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കയറ്റവും. പക്ഷേ ഉയരത്തിലേക്ക് പോകുന്തോറും സൈഡിലെ കാഴ്ച അതിമനോഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർപിൻ കർവ്, ഇതാണ് സെക്കൻഡ് ഹെയർപിൻ കർവ്. ഒരു കടുത്ത കൊടിയ കയറ്റം കൂടെയാണ്. കയറ്റം തീർന്നിട്ടില്ല. ഓ, നമ്മൾ ഗവി കാണുന്ന പോലെ ഈ പൈപ്പ് സ്ഥിരം കാണാം ഇവിടുത്തെ കാഴ്ചയായിട്ട്. ഗവി കാണുമ്പോൾ പല സ്റ്റോപ്പിൽ വെച്ചും ഈ പൈപ്പ് കാണുന്ന പോലെ ഇവിടെ പല കർവ് വെച്ചും ഈ പൈപ്പ് കാണാൻ പറ്റും. കയറ്റം ഇനിയും കഴിയാതെ നീണ്ടു കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മലമുകളിൽ നീർച്ചാലുകളുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയേക്കാൾ ഈ വഴി ബെറ്റർ വഴിയാണ് അല്ലയോടാ? അതെ അതെ. ഗട്ടർ റോഡ് കുറച്ച് ബെറ്ററാണ്. റോഡ് കുറച്ച് ബെറ്ററാണ്, ഗട്ടറുകൾ കുറവാണ്. മറ്റേ ഇങ്ങോട്ട് വന്ന വഴി ഭയങ്കര ഗട്ടറായിരുന്നു. അതെ അതെ. ഗട്ടറുമാണ്, ഭയങ്കര കൊടിയ വളവുകളും. ആ വളവ് നമ്മൾ തിരിച്ചു കയറാൻ തെണ്ടിപ്പോയിനി. അതെ അതെ. ഒരു 10-20 കർവുണ്ടായിരുന്നു. ഇത് 2 കർവേ ഉള്ളൂ അങ്ങനത്തെ. ബാക്കിയെല്ലാം ചെറിയ ചെറിയ വളവുകളും കയറ്റങ്ങളുമാണ്. കയറ്റമാണെങ്കിൽ പോലും ഇത്രയുള്ള കയറ്റമല്ല, അത്ര ഇടയ്ക്ക് മാത്രമേ ഉള്ളത്. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എൻ്റെ ഫ്രണ്ടിൽ തന്നെ ചരക്ക് ലോറി പോകുന്നുണ്ട്, രാംകോ സിമെൻറ്റുമായിട്ട്. കണ്ടോ, ഇതാണ് വലിയ വണ്ടികളുടെ പിന്നിൽ പ്രത്യേകിച്ച് ഇത്തരം സ്ഥലങ്ങളിൽ പെട്ടാറുള്ള അവസ്ഥ. അവരുടെ നിയന്ത്രണം വിട്ട് പിറകിലേക്ക് വന്നാൽ സംഗതി ക്ലോസ്. സുഹൃത്തുക്കളെ, ഇത് തമിഴ്നാടാണ്. ഇത് നാഷണൽ ഹൈവേ ഒക്കെ ആണെങ്കിലും ഹെൽമറ്റ് ഇല്ലാതെയുള്ള യാത്ര ഇവിടെ പുത്തരിയല്ല. ഇവിടെ കണ്ടോ സുഹൃത്തുക്കളെ, 2 ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. കേരളത്തിൽ 2 ഹെൽമെറ്റ് വേണമെന്ന് വളരെ തമാശ രൂപേണ അവർ സംസാരിക്കുന്നത് കേട്ടു. ആളുകൾക്ക് ഒരു തമാശയാണ്. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ആക്സിഡൻറ്റുകൾ പറ്റിയ ആൾക്കാർക്ക് മേ ബി അത്ര കോമഡി ആയിരിക്കത്തില്ല. ഹെൽമെറ്റിൻ്റെ ഗുണം മനസ്സിലാക്കും. നമുക്ക് ജസ്റ്റ് വരെ ഒന്ന് ആ സിമെൻറ്റ് വണ്ടികളൊക്കെ ഇങ്ങനെ കയറിപ്പോകുന്നത് ഭയങ്കര ശ്രദ്ധിക്കുകയായിരിക്കും. കാര്യം ഹെവി ലോഡാണത്. അതെ. ഓ, KSRTC കുമിളി കമ്പം KSRTC ആണ് ഈ കാണുന്നത്. ഇന്ത്യയുമാ കുമിളി. അവിടെ ചെറിയ ഒരു വാട്ടർഫോൾസ് പോലെ കാണുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു അരുവി ഒഴുക്ക് കാണാം. നമ്മളെന്തായാലും നമ്മുടെ ഡ്രൈവർ കം പാർട്ണർ കം ബ്ലോഗർ കൂടിയായ വിഷ്ണുരാജ് തകർത്ത് പൊളിച്ച് വെച്ച് കയറി. ഇടയ്ക്കൊരു മൂടുണ്ടായി. അങ്ങനൊന്നും വിടമാട്ടേൻ. ഓ, അടുത്ത ഹെയർപിൻ വളവ്. ഒക്കെ 3 ഹെയർപിൻ വളവുണ്ട്. അതെ, ഇനി ഹെയർപിൻ വളവ് കാണുന്നില്ല. ഇത്രയും വലിയ ഹെയർപിൻ വളവ് കാണുന്നില്ല. പക്ഷേ റോഡ് നല്ല കണ്ടീഷനാണ്. റോഡ് കണ്ടീഷനായിട്ട് വലിയൊരു ഗുണമായി. കാര്യം ഓരോ ഘട്ടറിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്ലോ ചെയ്യുമ്പോൾ
പിന്നെയും കയറാൻ ബുദ്ധിമുട്ട്. കുരങ്ങൻ 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 എഗെയിൻ യു എഗെയിൻ വള്ളിക്കുരങ്ങൻ. നമ്മൾ കുരങ്ങനെ കണ്ടില്ല എന്നുള്ള പരാതി മാറ്റിക്കൊണ്ട് ഈ യാത്രയിലും കുരങ്ങനെ കണ്ടിരിക്കുകയാണ്. കുരങ്ങൻ ഒരു അപരിചിതമായ കാഴ്ചകളല്ല ഇവിടുത്തെ. ഇത് നാഷണൽ ഹൈവേ 183 ആണ് സുഹൃത്തുക്കളെ. കൊല്ലം തേനി ഹൈവേ, കൊല്ലം തേനി ഹൈവേ ആണ്. മുളങ്കാടിൻ്റെ ഇടയിൽ കൂടാണ് നമ്മുടെ യാത്ര. കുരങ്ങന്മാരുടെ സംസ്ഥാന സമ്മേളനം. ഏത് പാർട്ടിയാ? എടാ നമുക്കൊക്കെ ഉള്ളു പല പാർട്ടികൾ, അവർക്ക് ഒറ്റ പാർട്ടിയേ ഉള്ളൂ, കുരങ്ങൻസ് പാർട്ടി. അല്ല ബെടാ മരം. ആഹാ, കുമളിയോട് അടുക്കും തോറും അന്തരീക്ഷത്തിൽ തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് സുഹൃത്തുക്കളെ. തമിഴ്നാട്ടിൽ നല്ല ചൂടായിരുന്നു, ഇപ്പം നല്ല കുമളി ചെക്ക് പോസ്റ്റ്. തമിഴ്നാട് കുമളി ചെക്ക് പോസ്റ്റ്, തമിഴ്നാട് കേരള ബോർഡർ. കുമളി പോലീസിൻ്റെ ചെക്ക് പോസ്റ്റാണ് കണ്ടത്. രണ്ട് സൈഡിലും ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അതും 360 ഡിഗ്രി കറങ്ങുന്ന ക്യാമറ, വിഷ്വൽസ് കിട്ടുന്ന 360 ഡിഗ്രി വിഷ്വൽസ് കിട്ടുന്ന ക്യാമറ. കണ്ട കുമളി ടൗണിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറയെ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, പല പല കടകൾ ഇങ്ങനെ നിൽക്കുകയാണ്. കേരളം കടന്നു കഴിഞ്ഞു, തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ എത്തിക്കഴിഞ്ഞ സുഹൃത്തുക്കളെ. യാത്രക്കിടയിൽ അധികം ഫുഡ് കഴിക്കുന്നത് വളരെ യാത്രയ്ക്ക് ഡിസ്റ്റർബൻസ് ആകും. വെറുതെ സമയം കളയല്ലേ? അതെ, ഫുഡ് കഴിച്ച് സമയം കളയാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അതെ, വീട്ടിൽ ചെല്ലുമ്പോഴായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ടൈം ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കുക, കൂടുതൽ വെള്ളം കുടിക്കുക, യാത്രകൾ ചെയ്യുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ട്രാവൽ മോർ, സീ പ്ലേസസ് മോർ. This is Ramesh and Suresh vlogs journey towards the views of Magic Land. തേക്കടിയുടെ ടൂറിസ്റ്റ് പ്ലേസുകൾ അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തേക്കടി ജീപ്പ് സഫാരിയും എലിഫൻറ്റ് റൈഡും പിന്നെ പാർക്കും ബോട്ടിങ്ങും ഒക്കെ ചേർന്ന അടിപൊളി സംഭവമുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് എന്തായാലും ഇപ്പോൾ വരുന്നില്ല. കണ്ടാ അവർ മാടി വിളിക്കുകയാണ്. അതുപോലെ ഇവിടെ വലിയ എന്താ പറയുന്നത് ട്രക്കിംഗ് ഓപ്ഷൻ ഒക്കെ ഉള്ളതാണ്. പെരിയാർ ടൈഗർ റിസർവിലൂടെ ഒക്കെ ഉള്ള ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, പെരിയാർ ടൈഗർ റിസർവിലുള്ള ട്രക്കിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അതേതിനകത്തൂടെ ബോട്ടിങ്? നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ റിസർവയറിൽ കൂടെ. മുല്ലപ്പെരിയാർ ഡാമിന്റെ റിസർവയർ കൂടെയുള്ള ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ഈ യാത്ര എങ്ങോട്ടാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ അനേബിൾ ചെയ്യൂ. അപ്പോൾ അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.